അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഓരോരുത്തർക്കും ഓരോ ദുഃഖങ്ങളാണ് അല്ലേ? ഒരാളിൻ്റെ ദുഃഖം പോലെ ആയിരിക്കില്ല വേറൊരാളിൻ്റേത്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അനുഭവമാണ്. അവൾക്ക് ഉംറയ്ക്ക് പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പോകുവാൻ ഒരു വഴിയുമില്ലായിരുന്നു. അവളുടെ ഭർത്താവ് വിദേശത്താണ്. എന്നിരുന്നാലും അതിനുള്ള സാമ്പത്തികം അവരുടെ കയ്യിലില്ലായിരുന്നു. ഒരു ദിവസം അവൾ എന്നോട് വിളിച്ചു പറഞ്ഞു, എടി എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള സാമ്പത്തികം എൻ്റെ കയ്യിൽ ഇല്ല. എനിക്കും എൻ്റെ ഭർത്താവിനും ഒരുമിച്ച് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള പൈസ എൻ്റെ കയ്യിൽ ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തു, നീ ഉറച്ച വിശ്വാസത്തോടു കൂടി നാരിയത്ത് സ്വലാത്ത് 4444 പ്രാവശ്യം ചൊല്ലി നോക്കൂ. അന്നു മുതൽ അവൾ നാരിയത്ത് സ്വലാത്ത് പതിവായി ചൊല്ലാൻ തുടങ്ങി. ഓരോ നമസ്കാരത്തിന് ശേഷവും അവളാൽ കഴിയുന്നത് ചൊല്ലി 4444 പ്രാവശ്യം നാരിയത്ത് സ്വലാത്ത് ഓതി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് ഉംറയ്ക്ക് പോകുവാൻ കഴിഞ്ഞു. പക്ഷേ ആ എണ്ണ അവൾ പൂർത്തീകരിച്ചു. എനിക്ക് പറയാനുള്ളത്, നമുക്ക് എന്തെങ്കിലും നടക്കാതെ പോയ ആഗ്രഹം, അതായത് ഒരിക്കലും നമുക്ക് ഈ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞ ആഗ്രഹം 4444 പ്രാവശ്യം നാരിയത്ത് സ്വലാത്ത് നിങ്ങൾ ചൊല്ലി നോക്കൂ. ഉറപ്പായി ആ ആഗ്രഹം നടക്കും. സ്വലാത്ത് ഒരു അത്ഭുതമാണ്. പക്ഷേ നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുമ്പോഴും മനസ്സിൽ അത് ഉറച്ച വിശ്വാസത്തോടെ ഓതാൻ നോക്കണം. എനിക്ക് ഈ കാര്യം നടന്നു കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഇത് ഓതി തീരുന്നതിന് മുൻപ് തന്നെ എനിക്ക് ഈ ആഗ്രഹം നടന്നിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾ ചൊല്ലി നോക്കൂ. തീർച്ചയാണ് ആ കാര്യം നടക്കുക തന്നെ ചെയ്യും. കഴിവതും ആരോടും സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇരിക്കുന്ന റൂം വൃത്തിയായിരിക്കുക. നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം നല്ലതായിരിക്കുക. അല്ലാഹുവേ, ഒരുപാട് ഹലാലായ ആഗ്രഹങ്ങളുണ്ട് റബ്ബേ, അതെല്ലാം നീ പൂർത്തീകരിച്ചു തരണേ അല്ലാ. നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, അയൽക്കാർ എല്ലാവരുടെയും ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, അയൽക്കാർ എല്ലാവരുടെയും ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. നാളെ അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിപ്പിക്കണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്നും കാക്കണേ അല്ലാ. മാറാ രോഗങ്ങളിൽ നിന്നും കാക്കണേ അല്ലാ. കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് റബ്ബേ, ഹലാലായ മാർഗത്തിൽ അവരുടെ കടങ്ങൾ വീടാനുള്ള വഴി തുറന്നു കൊടുക്കണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ, സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ, അവരുടെ എല്ലാ ദുഃഖവും മാറ്റി കൊടുക്കണേ അല്ലാ. നിങ്ങളെ ദുആയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.